Hello everyone, welcome back to Nadya's Days. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങക്കായ തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഇവിടെ 3 മുരിങ്ങക്കായ കഴുകി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഓരോ മുരിങ്ങക്കായ കഷ്ണവും ഇതുപോലെ ഒന്ന് തുറന്നെടുത്തതിന് ശേഷം ആദ്യം തന്നെ അതിന്റെ കുരു എടുത്ത് മാറ്റി വെക്കാം. ഇത് ഒട്ടും ബുദ്ധിമുട്ടില്ലാത്ത ഒരു പ്രിപ്പറേഷൻ ആണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാം. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടാവുകയും ചെയ്യും. ഇപ്പോൾ എല്ലാ കഷ്ണത്തിലെയും കുരുവും നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പോൾ അടുത്തതായി മുരിങ്ങക്കായ കഷ്ണത്തിലെ കാമ്പ് ഒരു സ്പൂൺ വെച്ച് ഇതുപോലെ സ്ക്രേപ്പ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാറ്റിലെയും കുരുവും കാമ്പും നമ്മൾ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി അടുത്തതായി ഈ തൊലിയുടെ ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ കാമ്പിൽ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് മുറിച്ചു മാറ്റാം. ഇനി കാമ്പിന്റെ പീസസ് ഒക്കെ ഒന്ന് അടുക്കി വെച്ചതിന് ശേഷം ഇത് അരിഞ്ഞെടുക്കണം. അപ്പോൾ തോരനാക്കാനുള്ള മുരിങ്ങക്കായ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായി നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള 1/2 കപ്പ് തേങ്ങ ചിരകിയതും കുറച്ച് സവോള അരിഞ്ഞതും എരിവുള്ള പച്ചമുളകാണെങ്കിൽ 2 എണ്ണവും കുറച്ച് കറിവേപ്പിലയും ഇവിടെ റെഡിയാക്കി വെക്കാം. ഇനി ഒരു പാൻ സ്റ്റവിൽ വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുറച്ച് കടുകിട്ട് പൊട്ടി വരുന്ന സമയത്ത് സവോളയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മുരിങ്ങക്കായ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം തേങ്ങ ചിരകിയതും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിച്ചെടുക്കണം. ഒരുപാട് വേവൊന്നുമില്ല കേട്ടോ. മുരിങ്ങക്കായ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. ഇത് അതിനേക്കാളും പെട്ടെന്ന് വെന്ത് കിട്ടും. ഇവിടെ ഇപ്പോൾ 5 മിനിറ്റ് സമയം കൊണ്ട് വെള്ളമെല്ലാം വറ്റി ഇത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇനി എരിവും ഉപ്പും എല്ലാം ഒന്ന് നോക്കിയതിന് ശേഷം നല്ല ചൂട് ചോറിന്റെ കൂടെ ഇത് സെർവ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്.